മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കാനുള്ള സാധ്യത ഏറുകയാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ ഭരണകക്ഷിയിൽ ഇതുവരെ സമവായമായിട്ടില്ല. ഗവർണർ കേന്ദ്രത്തിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നാണ് പുതിയ വിവരം. അർജുൻ പീതാംബരൻ ചെയ്യുന്നത്. അർജുൻ, രാഷ്ട്രപതി ഭരണം എന്ന നിലയിലേക്ക് എത്തുകയാണോ? യതീഷ്, ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ നമ്മൾ ഈ കാര്യത്തിലൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ മണിപ്പൂർ ചുമതലയുള്ള MP സാംബിത് പാത്രയും അവിടുത്തെ BJP അധ്യക്ഷയും ഗവർണറെ കാണാൻ വേണ്ടി രാജ്ഭവനിലെത്തിയിരുന്നു. ഒരുപാട് നേരം അവിടുത്തെ ഗവർണറുമായി അജയ് കുമാർ ഭല്ലയുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നാളെ BJP MLA മാരും ഗവർണറുമായി കാണും, സംസാരിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടുപേരുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. ഒന്ന് അവിടുത്തെ സ്പീക്കറാണ്, തോക്കും സത്യബ്രത സിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അവിടുത്തെ വികസന മന്ത്രി യൂനം കേംചന്ദ്. പക്ഷേ ഈ രണ്ടുപേരുടെയും കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ എല്ലാ അംഗങ്ങളുടെയും, ഭരണകക്ഷിയിലെ എല്ലാ അംഗങ്ങളുടെയും പിന്തുണയുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിലുള്ള എല്ലാ പേരുകളിലും ഒരു സമവായത്തിലെത്താൻ അംഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല, അവിടുത്തെ ഭരണകക്ഷി അംഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തീരുമാനം വൈകും. കൂടുതൽ സമയം കണ്ടെത്താൻ വേണ്ടി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നാളെ MLA മാരും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് നൽകും. കേന്ദ്രത്തിന്റെ കൂടി നിലപാട് അറിഞ്ഞ ശേഷം ആ വിശദമായ റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും ഇതിലൊരു പ്രഖ്യാപനം വരിക. എന്തായാലും ഈ ആഴ്ച തന്നെ നമ്മളൊരു തീരുമാനം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അവിടെ ഈ ബീരൻ സിംഗ് തന്നെയാണ് ഇപ്പോൾ കാവൽ മന്ത്രിയെ മുഖ്യമന്ത്രിയെ തുടരുന്നത്.